വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജോറാമിൻ്റെ മരണശേഷം രാജാവായ അവൻ്റെ പുത്രൻ ആഹാസിയ 1 വർഷം മാത്രമേ ഭരിച്ചുള്ളൂ. അവനും കർത്താവിൻ്റെ മുമ്പിൽ തിന്മ പ്രവർത്തിച്ചു. ഏലീഷ പ്രവാചകൻ പ്രവാചകഗണത്തിൽ ഒരുവൻ വഴി യഹോഷാഫാത്തിൻ്റെ പുത്രനായ യേഹൂബിനോട് മറ്റെല്ലാ ശ്രേഷ്ഠന്മാരുടെയും മുന്നിൽ വെച്ച് ഇപ്രകാരം പറഞ്ഞു: ഇസ്രായേലിൻ്റെ രാജാവായി നിന്നെ ഞാൻ അഭിഷേകം ചെയ്യുന്നു എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അവർ തിടുക്കത്തിൽ തങ്ങളുടെ മേലങ്കി പടിയിൽ വിരിച്ചിട്ട് കാഹളം മുഴക്കി വിളംബരം ചെയ്തു: യേഹു രാജാവായിരിക്കുന്നു. ഇസ്രായേൽ രാജാവായ യോറാമും യൂദാ രാജാവായ അഹസിയായും തങ്ങളുടെ രഥങ്ങളിൽ കയറി യേഹുവിനെ കാണാൻ പുറപ്പെട്ടു. യോറാം, നീ സമാധാനത്തിലാണോ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു: നിന്റെ അമ്മ ജെസബേലിൻ്റെ വിഗ്രഹാരാധനയും ആഭിചാരവും ഇത്രയധികമായിരിക്കെ എങ്ങനെ സമാധാനമുണ്ടാകും? യോറാം കുതിരയെ തിരിച്ചു. അഹസിയ ഇതാ രാജദ്രോഹം എന്ന് പറഞ്ഞുകൊണ്ട് പലായനം ചെയ്തു. യേഹു യോറാമിന് സർവ്വശക്തിയോടും കൂടെ വില്ലുവലിച്ചെയ്തു. അസ്ത്രം അവൻ്റെ തോളുകളുടെ മധ്യെ തുളച്ചു കയറി ഹൃദയം ഭേദിച്ചു. അവൻ തേരിൽ വീണ് മരിച്ചു. യൂദാ രാജാവായ അഹസിയ ഇത് കണ്ട് ബത്ഹാഖാൻ ലക്ഷ്യമാക്കി ഓടി. യേഹു പിന്തുടർന്നു. അവനെയും എഴുതു കൊല്ലുക എന്ന് പറഞ്ഞു. തേരോടിച്ചു പോകുന്ന അവനെ ഇബ്ലയാമിന് സമീപമുള്ള ഗൂർ കയറ്റത്തിൽ വെച്ച് അവർ എയ്തു. അവൻ മെഗിദോയിലേക്ക് പലായനം ചെയ്തു. അവിടെ വെച്ച് മരിച്ചു. യേഹു ജസ്രയേലിലെത്തിയെന്ന് കേട്ടപ്പോൾ ജെസബേൽ കണ്ണെഴുതി മുടിയലങ്കരിച്ച് കിളിവാതിലിലൂടെ പുറത്തേക്ക് നോക്കി. 2-3 അന്തഃപുര സേവകന്മാർ അവനെ നോക്കി. അവൻ പറഞ്ഞു: അവളെ താഴേക്കറിയുക. അവർ അങ്ങനെ ചെയ്തു. അവളുടെ രക്തം ചുവരിന്മേലും കുതിരപ്പുറത്തും ചിതറി. കുതിരകൾ അവളെ ചവിട്ടി തേച്ചു. അവർ മടങ്ങി വന്ന് വിവരമറിയിച്ചപ്പോൾ അവൻ പറഞ്ഞു: ഏലിയാ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്ത വചനം ഇതാണ്: ജസ്രയേലിൻ്റെ അതിർത്തിക്കുള്ളിൽ വെച്ച് ജെസബേലിൻ്റെ മാംസം നായ്ക്കൾ ഭക്ഷിക്കും. 2 രാജാക്കന്മാർ 9-ാം അധ്യായം 36-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.